ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അത്തം നഗർ ചുറ്റി ഈ സാംസ്കാരിക കലാരൂപങ്ങളുടെ ഘോഷയാത്ര നടക്കുകയാണ്. എസ് വിജയകുമാർ ചേരുന്നു. വിജയകുമാർ, വലിയ ജനപങ്കാളിത്തമാണോ ഉള്ളത്? നേരത്തെ ഈ അത്തച്ചമയ ഘോഷയാത്ര അടക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയ ശേഷം ഇപ്പോൾ എല്ലാ ആർഭാടങ്ങളുടെയും അത് അരങ്ങേറുമ്പോൾ ജനങ്ങൾ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ടോ? ഈ തവണത്തെ ഘോഷയാത്രയ്ക്ക് നമ്മൾ കരുതിയത് ഈ മുണ്ടക്കൈ ചൂരൽമല അപകടത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മാറ്റു കുറയും എന്നതായിരുന്നു. പക്ഷേ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ഇത്തവണ ഘോഷയാത്രയും ശ്രദ്ധേയമാണ്. ഈ നാട്ടിലെ മുഴുവൻ പൗരാവലി ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നെട്ടൂർ തങ്ങളും ചെമ്പിൽ അരയനും കരിങ്ങാച്ചിറ കത്തനാരും ഒരേപോലെ പങ്കെടുക്കുന്ന ഒരു ജനകീയ ഉത്സവമാണ് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയം. എന്ന് വെച്ചാൽ എല്ലാ മതവിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഈ ഘോഷയാത്രയിൽ അണിചേരുമ്പോഴാണ് അത് ഈ അത്തം നഗറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് മതേതരത്വത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ, മത സമഭാവനയുടെ ഒരു ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ, ഓണം നമ്മൾ ദേശീയോത്സവം എന്ന് ആഘോഷിക്കുന്നത് പോലെ അത്തവും മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് അവരുടെ ദേശീയോത്സവത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിനൊരു മതപരമായ അതിർവരമ്പുകളോ വേലിക്കെട്ടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് വലിയ ജനപങ്കാളിത്തമുണ്ട്. ഒരു പ്രാദേശിക അവധി കൂടിയാണ് ഈ അത്തം ദിവസം ഈ തൃപ്പൂണിത്തുറയിലുള്ളത്. ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിന് തുടക്കം, അല്ലെങ്കിൽ അവിടുത്തെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ ഇവിടുത്തെ കൊച്ചി രാജാവ് പങ്കെടുക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ ചരിത്രമെങ്കിലും പിന്നീട് ജനകീയ സർക്കാരുകൾ അധികാരത്തിൽ വന്ന ശേഷം അത് ജനങ്ങളുടെ ഒരു ആഘോഷമായി, തൃപ്പൂണിത്തുറയിലെ പൗരാവലിയുടെ ഒരു ആഘോഷമായി അത് മാറുകയും അവരതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴൊരു ജനകീയ കമ്മിറ്റിയാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി ഇത് ആഘോഷം ഏറ്റെടുത്ത് നടത്തുകയാണ്. തദ്ദേശ ഭരണ വകുപ്പാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായവും ഒക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെയുള്ള വ്യത്യസ്ത കലാരൂപങ്ങൾ ഇവിടെ അണിനിരക്കുന്നു എന്നത് തന്നെയാണ്. ഈ ഉത്തര കേരളത്തിൽ, വടക്കൻ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഇപ്പോൾ തെയ്യം, തിറ തുടങ്ങിയ കലാരൂപങ്ങൾ, മധ്യ കേരളത്തിലേക്ക് വന്നാൽ മധ്യ കേരളത്തിൻ്റെ വളരെ വിദൂര ഗ്രാമങ്ങളിലുള്ള പടയണി പോലെയുള്ള കലാരൂപങ്ങൾ, തെക്കൻ കേരളത്തിൽ ഈ പറയുന്ന മയൂര നൃത്തം, അർജുന നൃത്തം തുടങ്ങിയ നൃത്തരൂപങ്ങൾ, വിളക്ക് നൃത്തം, അതുപോലെ തന്നെ ആ നിലയിൽ ഈ പറയുന്ന മയിലാട്ടം, കരകമാട്ടം, വിവിധ കാവടികൾ, നിലക്കാവടി, കൊട്ടക്കാവടി, അങ്ങനെ പലയിനം കാവടിയാട്ടങ്ങൾ, അതൊക്കെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ എത്തിക്കുന്നതാണ്. ഈ പറയുന്ന പല കലാരൂപങ്ങൾക്കും വർഷത്തിൽ 1, 2, 3 വേദികൾ മാത്രമാണ് കിട്ടുന്നത്. അതിലൊന്നാണ് ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം. ഇവർ മറ്റ് സമയങ്ങളിൽ മറ്റു ജോലികളിലൊക്കെ ഏർപ്പെടുന്ന കലാകാരന്മാരാണ്. ഇപ്പോൾ അതൊക്കെ അവർക്കൊക്കെ കിട്ടുന്ന വേദിയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാറുണ്ട്. ഈ ഘോഷയാത്രയിൽ തന്നെ കളരിപ്പയറ്റ്, അതിലെ ഉറുമി കലാകാരന്മാരൊക്കെ, അവരൊക്കെ പ്രൊഫഷണലി അത് ട്രെയിൻ ചെയ്തെടുക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ഈ സ്ഥലത്തിൻ്റെ പരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അവിടെ എത്തുകയും അതിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലാരൂപങ്ങൾ, അത് ഒരുപക്ഷെ മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു ചെറുപട്ടണത്തിൽ ഇതൊക്കെ കൊണ്ടുവന്ന് അതിനുള്ള വേദി ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ വളരെ നീണ്ട കാലത്തെ പ്രയത്നത്തിനൊടുവിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കലാരൂപങ്ങൾക്ക് കിട്ടുന്ന ഒരു വേദി കൂടിയാണ്. ഇവിടെയുള്ള ആളുകൾ, എനിക്ക് തോന്നുന്ന ആബാലവൃദ്ധം ജനങ്ങളെന്ന് നമ്മൾ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അവരൊക്കെ ഇത് കാണുന്നതിന് വേണ്ടി അവരുടെ വീടുകൾക്ക് മുന്നിലും ഈ നഗരത്തിൻ്റെ ഈ ഇരുഭാഗങ്ങളിലും ഈ തെരുവിൻ്റെ ഈ റോഡിൻ്റെ ഇരുവശത്തുമൊക്കെയായി അണിചേരുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ മഴയൊക്കെ അവഗണിച്ച് ഈ ഘോഷയാത്രയുടെ ഭാഗമായി അവരൊക്കെ ഇവിടെ അണിചേരുന്നത് നമ്മൾ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആബാലവൃദ്ധം ജനങ്ങൾ ഒരുമയോടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തൃപ്പൂണിത്തുറയിലും തൃക്കാക്കരയിലുമാണ് തുടക്കം കുറിക്കുന്നത്. പിന്നീട് സംസ്ഥാനമെങ്ങും ആഘോഷം തുടങ്ങുകയാണ്. നമുക്ക് പലതരം വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്. നമ്മളുടെ മുന്നിൽ, നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ കണ്ണിലൊക്കെ മുറിവായി ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂടിയാണ് ഈ ഓണാഘോഷത്തിൽ കാണുന്നത്. ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്ന ഒരുമയുടെ, പ്രതീക്ഷയുടെ വലിയ സന്ദേശമാണ്. ഒരു ഒരുമയുടെ സന്ദേശം ഓണം നൽകുന്നുണ്ട്. അപ്പോൾ വലിയ ഒരുമയോടുകൂടി, നമ്മൾ ഒരു പ്രതീക്ഷയോടുകൂടി, നമുക്ക് മുന്നിലുള്ളത് പ്രതീക്ഷാനിർഭരമായ നാളുകളാണ് എന്ന സന്തോഷവും ആ പ്രതീക്ഷയും നമ്മുടെ ഓണാഘോഷത്തിലുണ്ട്. വലിയ സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിനെയൊക്കെ മാറുന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം
നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ എല്ലാവരെയും അത് വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇത്തവണ ഈ ആഘോഷ പരിപാടികളിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാനാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യാശയുടെയൊക്കെ പ്രതീക്ഷയുടെയൊക്കെ ഉത്സവമായ ഓണത്തെ ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയോടെ ആഘോഷത്തോടെ എല്ലാവരും വരവേൽക്കുകയാണ്. കേവലം തൃപ്പൂണിത്തുറയുടെ ഉത്സവമല്ല, അത് കേരളത്തിൻ്റെ മുഴുവൻ ഉത്സവമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിറപ്പകിട്ട്, അതിൻ്റെ പൊലിമ, എല്ലായിടത്തും നിറങ്ങൾ വാരി വിതറിയ കലാരൂപങ്ങൾ. ഇപ്പോൾ പടയണി തെക്കൻ മധ്യ കേരളത്തിൻ്റെ ഇപ്പോൾ പല ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതിനൊക്കെ അവരുടെ ഒരുക്കം എന്ന് പറയുന്നത് മാസങ്ങളുടെ അധ്വാനമാണ്. പാളകളിൽ ആണ് ഈ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നത്. കമുകുമരത്തിൻ്റെ പാള, അതിൽ നിന്നാണ് ഈ കലാരൂപങ്ങൾക്ക് വേണ്ടുന്ന വേഷങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിവസങ്ങൾ മാസങ്ങൾ